സോ അതാ നമ്മുടെ ക്ലാസ് 6ന്റെ ഇംഗ്ലീഷിൽ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ, സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റോറി ഏതായിരുന്നു? ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ആയിരുന്നു നമ്മുടെ സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിൽ നിന്ന് എൻ്റെ മക്കളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്. എന്താണ്? ഓരോ ഇവൻറ്റ്സ് തന്നിട്ട്, ഓരോ സംഭവങ്ങൾ തന്നിട്ട് അതിനെ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ ഈ ഒരു വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി പഠിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങൾ മിസ് പറഞ്ഞുതരാം. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ് സ്ക്രിപ്റ്റ്. എന്താണ് മക്കളെ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ സ്ക്രീൻ റൈറ്റിംഗ് എന്നൊക്കെ കേൾക്കാൻ സാധ്യത കുറവാണ്. സ്ക്രിപ്റ്റ് എന്നുള്ള വേർഡ് തന്നെയായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഓരോ സീനുകൾ കാര്യങ്ങളൊക്കെ എന്താണ് ഡിസ്ക്രൈബ് ചെയ്തേക്കാണ് അല്ലേ, എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളൊരു കാര്യം സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്താണെന്ന് എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. ആദ്യം തന്നെ എന്താണ് സ്ക്രിപ്റ്റ്? വാട്ട് ഈസ് എ സ്ക്രിപ്റ്റ്? ഇത് കുറേ പേരുടെ കൺഫ്യൂഷൻ ആയിരിക്കും, കുറേ പേർക്ക് ടെൻഷൻ ഉണ്ട്. ഇത് എക്സാമിന് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, ഞങ്ങൾ എങ്ങനെ എഴുതുക? സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് വലിയ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും വരുന്ന ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ എന്താണ് മക്കളെ സ്ക്രിപ്റ്റ്? എ സ്ക്രിപ്റ്റ് ഈസ് എ റിട്ടൺ വേർഷൻ ഓഫ് എ പ്ലേ ഓർ മൂവി. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ, ഇതൊരു റിട്ടൺ വേർഷൻ ആണ്. എന്തിൻ്റെ? ഒരു ഫിലിമിൻ്റെയോ ഒരു മൂവിയുടെയോ ഒരു പ്ലേ എന്ന് വെച്ചാൽ എന്താണ്? നാടകം. ഈ നാടകത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു മൂവിയുടെയൊക്കെ റിട്ടൺ വേർഷൻ, ഒരു എഴുത്ത് രൂപമാണ് എന്ത്, നമ്മുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഴുത്ത് രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ മൂവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? ഹീറോ ഉണ്ടാവും, ഹീറോയിൻ ഉണ്ടാവും, വില്ലൻ ഉണ്ടാവും, അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ടാവും അല്ലേ. ഈ ക്യാരക്ടേഴ്സൊക്കെ വെറുതെ വന്ന് നിന്നിട്ടാണോ ഒരു ഡയലോഗ് പറയാം? അല്ല, അവർ കുറേ ജസ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്, ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലേ, കുറേ എക്സ്പ്രഷൻ വരുന്നുണ്ട്, എമോഷൻസ് ഉണ്ട്, ഓരോ ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മൂവിയിൽ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത് അല്ലേ. ഒരു ഡ്രാമ ആയാലും നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ എഴുതി വച്ച് കഴിഞ്ഞാൽ എന്താവും? അത് സ്ക്രിപ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഒരു ആക്ടർ വരുന്നു, ആ ആക്ടറിൻ്റെ എക്സ്പ്രഷൻ എന്താണ്, ആ ആക്ടറിൻ്റെ ആക്ഷൻ എന്താണ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അതെന്തായി മക്കളെ? അത് സ്ക്രിപ്റ്റായി. ഓക്കെ, യെസ്. അപ്പം നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് സ്ക്രിപ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എൻ്റെ മക്കളെ എഴുതേണ്ടത് എന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ എക്സാമിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും എന്നല്ല പറയുന്ന, ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ട്, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എക്സാമിന് അത് എക്സ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, യെസ്. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എൻ്റെ മക്കൾ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത് എന്നുള്ളതാണ് ആദ്യം നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താണ് സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൽ എന്താ വേണ്ടത്? ആദ്യം തന്നെ ഫിക്സ് ദ മെയിൻ ഇവൻറ്റ്സ് ഓഫ് ദ സ്റ്റോറി. ഒരു സ്റ്റോറിയിൽ കുറേ ഇവൻറ്റ്സ് ഉണ്ടാവും, പക്ഷെ നമുക്ക് ആവശ്യമുള്ള ഇവൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് നമ്മൾ നോക്കി വെക്കേണ്ടത് കേട്ടോ. അങ്ങനെ മെയിൻ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് എന്താണ്? മെൻഷൻ ദ പ്ലേസസ് വെർ ഈച്ച് ഇവൻറ്റ് ഹാഡ് ടേക്കൻ പ്ലേസ്. എന്താ പറയുന്നത്? ഓരോ പ്ലേസസും എവിടെയൊക്കെയാണ് ഈ പറയുന്ന ഇവൻറ്റ്സ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ എന്താ നടക്കുന്നത്, അതായത് സെറ്റിങ് എവിടെയാണോ ആ ഒരു സ്റ്റോറി നടക്കുന്നത്. ഒരു ഫിലിം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എല്ലായിടത്തും ഒരേ പ്ലേസ് തന്നെയാണോ? ഒരു വീടിൻ്റെ ഉള്ളിലാണ് ഒരു സീൻ എന്ന് വെച്ചാൽ അടുത്ത എന്തായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും അല്ലേ. അടുത്ത ചിലപ്പോൾ ഒരു പാടത്തായിരിക്കും, ഒരു സിറ്റിയിലോ ഒരു ബിൽഡിങ്ങിലോ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഓരോ ലൊക്കേഷൻ ഉണ്ടാവും അല്ലേ, ഓരോ ലൊക്കേഷൻസ് ഉണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ സീൻസിലും. ആ ഒരു സീനിൽ വന്നിട്ടുള്ള പ്ലേസ് ഏതാണ് എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അപ്പോൾ മെൻഷൻ ദ പ്ലേസസ് അല്ലേ, സ്ഥലം ഏതാന്ന് മെൻഷൻ ചെയ്യണം. പിന്നെന്താണ്? ഇൻക്ലൂഡ് സ്യൂട്ടബിൾ ക്യാരക്ടേഴ്സ് ഫോർ ഈച്ച് ഇവൻറ്റ്. ഓരോ ഇവൻറ്റിനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ആ ഒരു പെർട്ടിക്കുലർ ഇവൻറ്റിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ നോക്കൂ, രാജയും ഗ്രാൻഡ് ഫാദറും കൂടെ മുറ്റത്ത് ജാസ്മിൻ ഫ്ലവർ പറിക്കുന്നുണ്ട് അല്ലേ. ആരാണ് പറിക്കുന്നത്? ഗ്രാൻഡ് ഫാദറാണ് പറിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഗ്രാൻഡ് മദർ വരുന്നുണ്ടോ? ഇല്ല അല്ലേ, വരുന്നില്ല. അപ്പം ആ ഒരു സീനിൽ ഗ്രാൻഡ് മദർ ഇല്ല. നെക്സ്റ്റ് സീൻ എന്താണ്? അവസാനം രാജനെ കാണാതാവുമ്പോൾ ഗ്രാൻഡ് മദർ കുറേ കരയുന്നൊക്കെ ഉണ്ട്. ആ ഒരു സീനിൽ രാജയുണ്ടോ, അങ്കിൾ ഉണ്ടോ? ഇല്ല, രണ്ടുപേരും ഇല്ല. അപ്പോൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒരു പെർട്ടിക്കുലർ സീനിൽ ആരൊക്കെയാണ് ഉള്ളത് അവരെ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ക്യാരക്ടേഴ്സ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം. നെക്സ്റ്റ് എന്താണ്? ഇവരൊക്കെ മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണോ ചെയ്യുക? അവർക്ക് ആക്ഷൻസ് മാത്രമാണോ ഉള്ളത്? അല്ല, അവരെന്ത് ചെയ്യും? അവർക്ക് ഡയലോഗ്സ് ഉണ്ട് അല്ലേ. നമ്മൾ കോൺവെർസേഷനിൽ എഴുതുന്ന പോലെ തന്നെ എന്താണ്, അവർക്ക് ഡയലോഗ്സ് കൊടുക്കണം. അതും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗ്സ് കൊടുക്കണം. ഇങ്ങനെ വീണ്ടും പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ
നിങ്ങൾക്ക് കോണ്ടെക്സ്റ്റ് അറിഞ്ഞിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്, ഓരോ സീനിലും എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത്, ആ ക്യാരക്ടേഴ്സ് എന്തൊക്കെ കാര്യങ്ങൾ പറയാനാണ് സാധ്യത. ഇപ്പോൾ രാജേനെ കാണാതിരിക്കുന്ന സമയത്ത് ഗ്രാൻഡ് ഫാദർ ഒരിക്കലും വന്ന് ഗ്രാൻഡ് മദറിൻ്റെ അടുത്ത് ഒരു മൂവിക്ക് പോകാൻ റെഡിയാവുക എന്ന് പറയാൻ പോകുന്നില്ല അല്ലേ. എന്താ ചെയ്യുന്നത്, അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് രാജേനെ. അപ്പോൾ ആ സമയത്ത് എന്താ, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡയലോഗാണ് ഓരോ ക്യാരക്ടേഴ്സും പറയേണ്ടത്. അപ്പോൾ സ്യൂട്ടബിൾ ഡയലോഗ്സ് ഉണ്ട്. നെക്സ്റ്റ് എന്താണ് മക്കളെ, മെൻഷൻ ദ എൻട്രി. അതെന്താണ് എൻട്രി എന്ന് വെച്ചാൽ എന്താണ്, ഓരോ ക്യാരക്ടേഴ്സും സ്റ്റേജിലേക്ക് കടന്നു വരുന്നതായിട്ട് നമ്മൾ എഴുതേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് എഴുതണം, മെൻഷൻ ദ എൻട്രി ആൻഡ് എക്സിറ്റ്. അവർ വരുന്നു, അവരുടെ പ്രവേശനവും അതുപോലെ തന്നെ അവർ കടന്നു പോകുന്നതും എൻട്രിയും എക്സിറ്റും കൃത്യമായിട്ട് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഏത് സൈഡിൽ നിന്നാണ് വരുന്നതെന്നൊക്കെ എഴുതാം. ഓക്കെ, സ്റ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എൻട്രി ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ പൊസിഷൻസ് എന്ന് വെച്ചാൽ എന്താണ്, ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്താണോ രാജ നിൽക്കുന്നത്, അല്ലെങ്കിൽ ദൂരെയാണോ നിൽക്കുന്നത്, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പൊസിഷനിൽ വരുന്നത്. നെക്സ്റ്റ് എന്താണ്, മൂവ്മെൻറ്റ്സ്. മൂവ്മെൻറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്, അവരെങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ രാജയുടെ പുറകെ ഗ്രാൻഡ് ഫാദർ ഓടുന്നുണ്ട്. അപ്പോൾ അതെന്താണ്, അത് അവരുടെ മൂവ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു, അവരെങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, റൺ ചെയ്യുകയാണോ, അല്ലെങ്കിൽ വാക്ക് ചെയ്യുകയാണോ, അല്ലെങ്കിൽ നിൽക്കുകയാണോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ മൂവ്മെൻറ്റ്സ് എഴുതണം. പിന്നെ എന്താണ് എഴുതേണ്ടത്, ആൻഡ് ആക്ഷൻസ് ഓഫ് ഈച്ച് ക്യാരക്ടർ. പിന്നെ എന്താണ്, ആക്ഷൻസ്, ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ആക്ഷൻസും എഴുതണം. എന്ന് വെച്ചാൽ എന്താണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, ഇപ്പോൾ ഹാൻഡ് വേവ് ചെയ്യുകയാണോ, അല്ലെങ്കിൽ അവരിയ്ക്കുകയാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സർവ് ചെയ്യുകയാണോ, എന്തെങ്കിലും കഴിക്കുകയാണോ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്, അവരുടെ ആക്ഷൻസിൽ വരുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ ആക്ഷൻസും നമുക്ക് എഴുതേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ക്യാരക്ടറിനെ സംബന്ധിച്ച് അവളുടെ എക്സ്പ്രഷൻസ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് എഴുതാം. നമുക്ക് ചിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, ഡയലോഗ് കൊടുത്തതിന് ശേഷം ഇപ്പുറത്തായിട്ട് 2 കുത്തൊക്കെ ഇട്ടു, രാജ എന്ന് എഴുതിയിട്ട് എന്താണ് 2 കുത്തൊക്കെ ഇട്ടു. ഇപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ലാഫ്സ് അല്ല ചിരിക്കുന്നു എന്നുള്ളത് എഴുതാം. അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെയോ 2 കുത്തിട്ട് ബ്രാക്കറ്റിൽ ഗെറ്റ്സ് ആംഗ്രി എന്ന് വെച്ചാൽ എന്താണ്, ദേഷ്യപ്പെടുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതണം കേട്ടോ. അപ്പോൾ ക്യാരക്ടർ എന്തൊക്കെ കാര്യങ്ങൾ, അവരെങ്ങനെയൊക്കെയാണ് മൂവ് ചെയ്യുന്നത്, അവരുടെ ജെസ്റ്റേഴ്സ് എന്താണ്, ആക്ഷൻസ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ക്രിപ്റ്റിൽ എഴുതണം. നെക്സ്റ്റ് വൺ എന്താണ്, മെൻഷൻ ദ പ്രോപ്പർട്ടീസ് ആൻഡ് കോസ്റ്റ്യൂംസ് ഇൻ ദ സ്ക്രിപ്റ്റ്. എന്താണ് പറഞ്ഞത്, പ്രോപ്പർട്ടീസും കോസ്റ്റ്യൂംസും. അപ്പോൾ ക്യാരക്ടറിൻ്റെ കോസ്റ്റ്യൂം നമുക്ക് എഴുതാം. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിന് എന്താണ്, ഒരു പ്രത്യേക കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിൽ പ്രത്യേകിച്ച് കോസ്റ്റ്യൂം ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്, പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ, യെസ്, നമുക്കൊരു സീനിൽ ഗാർഡനിൽ സ്റ്റോറി നടക്കുന്നുണ്ട് അല്ലേ. ഗാർഡനിലാണ് ഒരു സീന് നടക്കുന്നത്. അപ്പോൾ ഗാർഡനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും, നമുക്കറിയാം. ഗ്രാൻഡ് ഫാദർ ജാസ്മിൻ ഫ്ലവേഴ്സ് പിക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അത് എവിടെ നിന്നിട്ടായിരുന്നു, സാൻഡൽവുഡ് ട്രീയുടെ അടിയിൽ നിന്നിട്ടായിരുന്നു അല്ലേ. യെസ്, അപ്പോൾ നമുക്ക് അത് എഴുതാം. സാൻഡൽവുഡ് ട്രീ ഉണ്ട് എന്ന് പറയാം. ലെഫ്റ്റ് സൈഡിലായിട്ട് സാൻഡൽവുഡ് ട്രീ നിൽക്കുന്നു, അതിന് താഴെയായിട്ട് ജാസ്മിൻ പ്ലാന്റ് ഉണ്ട്, അവിടെ നിന്നാണ് ഗ്രാൻഡ് ഫാദർ ജാസ്മിൻ ഫ്ലവേഴ്സ് പിക്ക് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. അതുപോലെ തന്നെ ഗാർഡനിൽ എന്തൊക്കെ ട്രീസ് ഉണ്ട്, എന്തൊക്കെ സംഭവങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് എഴുതി വെക്കാനായിട്ട് പറ്റും. ഓക്കെ, യെസ്, അതുപോലെ തന്നെ കാവ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, പിന്നെ എന്തൊക്കെയാണ് ബേർഡ്സ് ഉണ്ട് എന്നൊക്കെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഓൾറെഡി സ്റ്റോറിയിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വേണ്ടത്, സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. അപ്പോൾ തുടക്കം തന്നെ എന്താണ്, ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക. ബ്രാക്കറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എഴുതേണ്ടത്, സെറ്റിംഗ് ആണ് ആദ്യം എഴുതേണ്ടത്. എവിടെയാണ് സ്റ്റോറി നടക്കുന്നത്, ഏത് ഇവൻറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ എഴുതാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് ഒരു ധാരണ വേണം. അതിനുശേഷം എവിടെയാണ് ഈ സ്റ്റോറി നടക്കുന്നത് എന്നുള്ളൊരു കാര്യം ബ്രാക്കറ്റിൽ എഴുതണം. ഏതൊക്കെ ക്യാരക്ടേഴ്സിനാണ് ആ ഒരു സീനിൽ കാണാനുള്ളത് എന്നുള്ളൊരു കാര്യം എഴുതണം. അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ എഴുതിയിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്, ആ ഒരു ക്യാരക്ടറിന് ഒരു ഡയലോഗ് ഉണ്ടാവില്ലേ. യെസ്, അപ്പോൾ അവരുടെ പേര് എഴുതാ, 2 കുത്തിടുന്നു. പിന്നെ ബ്രാക്കറ്റിൽ അവർ എന്ത് എക്സ്പ്രഷനിലാണ് ആ കാര്യം പറയുന്നത്, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മൂവ് ചെയ്തിട്ടാണോ പറയുന്നത് എന്നുള്ളൊരു കാര്യമൊക്കെ നോക്കിയിട്ട് അതും കൂടെ കുഞ്ഞ് ബ്രാക്കറ്റിലിട്ട് എഴുതിയിട്ട് അവർ ഡയലോഗ് എഴുതാം. നെക്സ്റ്റ് കാര്യം എഴുതാം. അതുപോലെ ഇടയിൽ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയിൽ എന്ത് ചെയ്യാം, ബ്രാക്കറ്റിൽ തന്നെ ഇട്ടിട്ട് അവർ മൂവ് ചെയ്യുന്ന കാര്യം എഴുതി വയ്ക്കാം. അങ്ങനെയാണ് സ്ക്രിപ്റ്റ് എഴുതാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് അറിഞ്ഞു വെക്കേണ്ട കാര്യം. ഇനി നമുക്ക് സ്ക്രിപ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റിയിൽ എന്താണ് സ്ക്രിപ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് എഴുതാനും കൂടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അത് നോക്കാം. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. എന്തായിരുന്നു, യെസ്,
എവന്റ് കൊടുത്തിട്ടുണ്ട് രാജ ഷേക്സ് ദ സാൻഡൽവുഡ് ട്രീ. രാജ എന്ത് ചെയ്യുന്നു? ആ സാൻഡൽവുഡ് ട്രീ പിടിച്ചിട്ട് കുലുക്കുന്നു. ദെൻ റെയിൻ ഡ്രോപ്സ് ഷവർ ഓൺ ഹിം ആൻഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ. റെയിൻ ഡ്രോപ്സ്, മഴത്തുള്ളികൾ എന്ത് ചെയ്യുന്നു? അവൻ്റെയും അവൻ്റെ മുത്തച്ഛൻ്റെ മേലേക്കും ഷവർ ചെയ്യുന്നു അല്ലേ? അങ്ങനെ മഴയായിട്ട് വീഴുന്നു. അപ്പോൾ ഈ ഒരു സീന്, ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് ആലോചിക്കാം. ഇത്രയും കൊടുത്തിട്ടുള്ളൂ. രാജ അത് പിടിച്ച് കുലുക്കുന്നു, മരത്തിൽ നിന്ന് റെയിൻ ഡ്രോപ്സ് വീഴുന്നു, നനയുന്നു, രണ്ടുപേരും നനയുന്നു. ഇത്രയും കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഇതിനെ എന്താക്കിയിട്ട് എഴുതണം? സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതുമ്പോൾ എൻ്റെ മക്കൾ നേരെ പിടിച്ച് രാജ വന്നു ഷേക്ക് ചെയ്തു എന്നല്ല എഴുതേണ്ടത്. എങ്ങനെ എഴുതാം? നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ രാജ ആദ്യം തന്നെ കടന്നു വരുന്നു, ഗാർഡനിൽ വരുന്നു. അപ്പോൾ ഏതാ സമയം എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ അവൻ എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള കാര്യം എഴുതാം. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു? അവൻ കാണുകയാണ് ചെയ്യുന്നത് അല്ലേ? ആദ്യം തന്നെ അവൻ പോയിട്ട് ഗ്രാൻഡ് ഫാദർ അവിടെ നിൽക്കുന്നു, ജാസ്മിൻ ഫ്ലവേഴ്സ് പറിക്കുന്നു എന്ന് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് വേണം സ്ക്രിപ്റ്റ് എഴുതാൻ. കുറച്ച് ഇലാബറേറ്റ് ആയിട്ട്, കുറച്ചും കൂടെ വിശദീകരിച്ച് എഴുതണം കേട്ടോ. യെസ്, അപ്പം നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കൂ, ഗ്രാൻഡ് ഫാദറിൻ്റെ ഇവിടെ എന്താണ് സ്റ്റേജിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്? ബ്രാക്കറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. അതാണ് മിസ് പറഞ്ഞത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്റ്റേജിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണാം എന്നുള്ളൊരു കാര്യം ആദ്യം എഴുതാം. ഇനി ക്യാരക്ടർ എങ്ങനെയാണ് വരുന്നത്, എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം എഴുതാം. ക്യാരക്ടറിനെ പറ്റി വേറെ എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതും കൂടെ എഴുതാം. കോസ്റ്റ്യൂം ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എഴുതാം. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? ദ സ്റ്റേജ് ഈസ് ഡെക്കറേറ്റഡ് വിത്ത് ഫ്ലവേഴ്സ് ആൻഡ് ട്രീസ്. സ്റ്റേജ് എന്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തേക്കാണ്? അലങ്കരിച്ചേക്കാണ്. ആ ട്രീസും ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ട് അലങ്കരിച്ചേക്കാണ്. അപ്പം നമുക്ക് മനസ്സിലാക്കാം ഒരു ഗാർഡൻ ആണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഒരു ഗാർഡൻ ആണ്. ഇനി എന്താണ്? ക്യാരക്ടറിനെ പറ്റി പറയാണ് കേട്ടോ. യെസ്, എന്താ? രാജ, a 10-year-old boy. രാജ ഒരു 10 വയസ്സുള്ള ഒരു ചെക്കൻ അല്ലേ? enters from the left side of the stage. കണ്ടോ? അത് നമുക്ക് ഇഷ്ടം പോലെ എഴുതാം. അത് എവിടെ നിന്ന് വരുന്നു? എൻ്റർ ചെയ്യുന്നു അല്ലേ? ഈ വേർഡ് മറക്കണ്ട. എന്താണ്? എൻ്റർ ചെയ്യുന്നു എന്ന് വെച്ചാൽ സ്റ്റേജിലോട്ട് കടന്നു വരുന്നു, പ്രവേശിക്കുന്നു. എവിടെ നിന്നാണ് വരുന്നത്? എൻ്റേഴ്സ് ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ദ സ്റ്റേജ്. സ്റ്റേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നു. ഓക്കെ, യെസ്. ഇനി രാജ പറയുന്ന ഡയലോഗ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇമാജിനറി ആണ്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിന് എഴുതാൻ പറ്റും. രാജ പറയാണ്, ഓ ലവ്ലി ഫ്ലവേഴ്സ്, ബിഗ് ട്രീസ്, വൺസ് അഗെയിൻ ഐ ഹാവ് കം ഹിയർ ടു സീ യു. ഓ ലവ്ലി ഫ്ലവേഴ്സ്, അവിടെ എന്തൊക്കെ കാണുന്നുണ്ടായിരുന്നു? പ്രോപ്പർട്ടീസ് എന്തൊക്കെ ഉണ്ടായിരുന്നു? ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു, ട്രീസ് ഉണ്ടായിരുന്നു പറഞ്ഞു അല്ലേ? അപ്പൊ അതൊക്കെ നോക്കിയിട്ട് പറയാണ്, ഓ ലവ്ലി ട്രീസ്, ഫ്ലവേഴ്സ്. എന്തൊക്കെയാണ് പറഞ്ഞത്? വൺസ് അഗെയിൻ ഐ ഹാവ് കം ടു see you, come here to see you. ഞാൻ ഒന്നുകൂടെ ഇവിടെ വന്നേക്കാണ്. എന്തിനാണ്? നിങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് എന്ന് പറയാണ്. Where are you, my friends, my pretty butterflies, my sweet cows? എവിടെയാണ്? Where are you, my friends? എൻ്റെ ഫ്രണ്ട്സ് എവിടെയാണ്? ഇതൊക്കെയാണ് pretty butterfly, ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബട്ടർഫ്ലൈസ്, ആ സ്വീറ്റ് ആയിട്ടുള്ള കാവ്സ്, പശുക്കിടാങ്ങളൊക്കെ എവിടെ? അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അവൻ്റെ ഫ്രണ്ട്സിനെ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ മക്കളെ? സ്റ്റോറിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ബട്ടർഫ്ലൈസിനെ ചേസ് ചെയ്യാനും കിളികളുടെ കൂടെയും ആ കാവ്സിൻ്റെ കൂടെയൊക്കെ ഓടിക്കളിക്കാനായിട്ട് ഇഷ്ടമാണ് എന്നുള്ളൊരു കാര്യം സ്റ്റോറിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എന്തിലേക്ക് എടുത്തെഴുതാം? സ്ക്രിപ്റ്റിലോട്ട് എടുത്തെഴുതാം. ഓക്കെ, യെസ്. ഇനി പറയുന്നതാണ്, രാജ സീസ് ഹിസ് ഗ്രാൻഡ് ഫാദർ സ്റ്റാൻഡിങ് അണ്ടർ എ ട്രീ പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ്. എന്താ പറഞ്ഞത്? രാജ കാണുകയാണ് അല്ലേ? രാജ മുത്തച്ഛനെ കാണുകയാണ്. സീസ് ഹിസ് ഗ്രാൻഡ് ഫാദർ, കാണുന്നു. എന്താണ്? സ്റ്റാൻഡിങ് അണ്ടർ എ ട്രീ. അപ്പോൾ അദ്ദേഹം എവിടെയാണ്? പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ്? ഒരു ട്രീൻ്റെ അടിയിലാണ്. പിക്കിംഗ് ഫ്ലവേഴ്സ് ഫ്രം ദ ജാസ്മിൻ ബുഷ്. ജാസ്മിൻ ബുഷിൽ നിന്ന് ഫ്ലവേഴ്സ് ഒക്കെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതാ രാജ കാണുന്നു എന്ന് പറഞ്ഞ ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. മുത്തച്ഛന് ഇവിടെയാണ് നിൽക്കുന്നത്, ആ ഒരു പൊസിഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഡയലോഗ് കഴിഞ്ഞു. പിന്നെ എന്താണ് അവർ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം വീണ്ടും ബ്രാക്കറ്റിൽ എഴുതി. യെസ്. ഇനി എന്താണ്? രാജ, അപ്പോൾ രാജ ടു ഹിംസെൽഫ് പറയാണ്, ഹായ് വാട്ട് ആർ യു ഡൂയിങ് അണ്ടർ ദ ട്രീ? നിങ്ങൾ എന്താണ് അവിടെ ആ മരത്തിൻ്റെ താഴെയായിട്ട് എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ പറയാണ്. ഇവിടെയൊക്കെ നമുക്ക് കോൺവെർസേഷൻ പോലെ തന്നെയാണ്. ആകെ വ്യത്യാസം എന്താണ്? ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ, ആക്ഷൻസോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന അവരുടെ ഒരു എക്സ്പ്രഷനോ കാര്യങ്ങളൊക്കെ നമ്മൾ ബ്രാക്കറ്റിൽ എഴുതും. അത്രയേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ. ഗ്രാൻഡ് ഫാദർ പറയാണ്, ഓൾ ദ ഫ്ലവേഴ്സ് ഹാവ് ഫോളൻ. എല്ലാ പൂക്കളും വീണുപോയി. I must collect them soon. എനിക്ക് അത് പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്തെടുക്കണം. എനിക്കതൊക്കെ പെട്ടെന്ന് തന്നെ എടുത്തു വെക്കണം. രാജ, I want to have a shower. എനിക്കൊരു മഴ വേണമെന്നുണ്ട്. Oh tree, give me rain, give me rain. ട്രീയുടെ അടുത്ത് പറയാണ്, ഓ ട്രീ, give me rain, give me rain. എനിക്ക് മഴ തായോ എന്ന് രാജ പറയുന്നു. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിലുണ്ടോ? ഇല്ല. ഇതൊക്കെ നമ്മുടെ ഇമാജിനേഷനാണ് കേട്ടോ. നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ച് സ്റ്റോറിക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ സ്റ്റോറി നമ്മൾ മാറ്റാൻ പാടില്ല.
സ്റ്റോറിക്ക് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങൾ നമുക്ക് കൂട്ടിച്ചേർക്കാം. ഓക്കെ, ഇനി രാജ പറയാണ്, രാജയുടെ കാര്യം എന്താണ്? രാജ ഇങ്ങനെ ചോദിച്ചു, മരത്തിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ ഷവർ വേണം എന്നുള്ളൊരു കാര്യം രാജ അവിടെ പറഞ്ഞു അല്ലേ, ഡയലോഗിൽ തന്നെ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി അവൻ ചെയ്യുന്ന കാര്യം, അവൻ്റെ ആക്ഷൻ എന്താണ്? രാജ ഷേക്സ് ദ ട്രീ ആൻഡ് റെയിൻ ഡ്രോപ്സ് ഷവർ ഓൺ ഗ്രാൻഡ് ഫാദർ. രാജ എന്ത് ചെയ്യുന്നു? ആ മരം പിടിച്ച് ഷേക്ക് ചെയ്യുന്നു, റെയിൻ ഡ്രോപ്സ് അവരുടെ മേലെ വീഴുന്നു, അല്ലെ ഗ്രാൻഡ് ഫാദറിന്റെ മേലെ വീഴുന്നു. ഗ്രാൻഡ് ഫാദർ ഗെറ്റ്സ് ആംഗ്രി. ഇനി ഗ്രാൻഡ് ഫാദറിന് എന്താണ് ഭാവമാറ്റം ഉണ്ടായത്? ഹി ഗെറ്റ്സ് ആംഗ്രി, ദേഷ്യപ്പെടുന്നു. അപ്പൊ ആ ഒരു കാര്യം ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. രാജ ഹൈഡ്സ് ബിഹൈൻഡ് ദ ട്രീ. രാജ എന്ത് ചെയ്യുന്നു? ആ മരത്തിന്റെ പുറകിലായിട്ട് ഒളിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ രാജ ചെയ്യുന്ന ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രാൻഡ് ഫാദറിന്റെ ഒരു ഡയലോഗ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഗ്രാൻഡ് ഫാദർ, യു ക്രേസി ബോയ്, ഐ ടീച്ച് യു എ ലെസൺ. യു ക്രേസി ബോയ്, ഞാൻ നിന്നൊരു പാഠം പഠിപ്പിക്കുമെന്ന് ഗ്രാൻഡ് ഫാദർ പറയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ എന്തായത്? ഇതാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എന്താണ് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആക്ഷൻ വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? യു മേ റൈറ്റ് എനി അതർ എവൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ക്യാരക്ടേഴ്സ്, ഡയലോഗ്സ്, ആക്ഷൻസ് എക്സെട്ര ആൻഡ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇവൻറ്റ്സ് എടുത്തിട്ട് ഇതുപോലെ ആക്ഷൻസും ഡയലോഗ്സും ക്യാരക്ടേഴ്സിനൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പ്രിപ്പയർ ചെയ്യാം എന്താ സ്ക്രിപ്റ്റ്. ഓക്കെ, നമുക്ക് ആൻസർ ആയിട്ട് ഇപ്പോൾ ബാക്കിയായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രാജ റൺസ് ആൻഡ് ഗ്രാൻഡ് ഫാദർ ഓൾസോ റൺസ് ആഫ്റ്റർ ഹിം. രാജ ഓടുന്നു, രാജയുടെ പുറകെ തന്നെ ഗ്രാൻഡ് ഫാദറും എന്ത് ചെയ്യുന്നു? ഓടുന്നു എന്നുള്ളൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാജ എങ്ങനെയാണ് നിൽക്കുന്നത്? പേടിച്ചുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ബ്രാക്കറ്റിൻ്റെ ഉള്ളിലിട്ടു. അപ്പോൾ ക്യാരക്ടറിൻ്റെ ഡയലോഗിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ബ്രാക്കറ്റിൽ അയാളുടെ എമോഷനും കൂടെ എഴുതാൻ പറ്റും കേട്ടോ. അപ്പോൾ രാജ സ്കേർഡ്, പേടിച്ചിട്ട് പറയുന്നത് നോ ഗ്രാൻഡ് പാ, നോ ഐ വോണ്ട് ഡു ഇറ്റ് അഗെയിൻ. ഗ്രാൻഡ് പാ വേണ്ട, ഞാൻ ഇനി അങ്ങനെ ചെയ്യില്ല. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന്റെ എമോഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ആംഗ്രിലി, ദേഷ്യത്തോടെ. അപ്പോൾ ഇതെന്താണ്? പേടിച്ചുകൊണ്ട്. ഇതെന്താ? ആംഗ്രിലി എന്ന് വെച്ചാൽ എന്താ? ദേഷ്യത്തോടെ പറയുന്നത് എന്താ? സ്റ്റോപ്പ് ദർ, അവിടെ നിൽക്ക്, ഐ വിൽ ടീച്ച് യു എ ലെസൺ, ഞാൻ നിന്നൊരു പാഠം പഠിപ്പിക്കും. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ഫാൾസ് ഡൗൺ വൈൽ റണ്ണിങ്. അപ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? ഗ്രാൻഡ് ഫാദർ ഓടുന്നതിൻ്റെ ഇടയ്ക്ക് വീഴുന്നു. അപ്പോൾ ആ ഒരു കാര്യം കൂടെ എന്തിൽ കൊടുത്തിട്ടുണ്ട്? ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഓ ഐ ഫെൽ ഡൗൺ മൈ ലെഗ്, വാട്ട് എ പെയിൻ. ഞാൻ വീണു, എൻ്റെ കാല് എന്തൊരു വേദനയാണ്, വാട്ട് എ പെയിൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തേക്കാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എന്താണ്? ഇങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതേണ്ടത് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് മിസ് പറഞ്ഞു തന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് ഇനി കണ്ടിട്ട് ക്വസ്റ്റ്യൻ വരുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യണം? എവിടെയാണ് സെറ്റിംഗ്, എവിടെയാണ് ഈ പറയുന്ന ഒരു എവന്റ് നടക്കുന്നത് എന്നുള്ളൊരു സെറ്റിംഗ് എഴുതുക. ബ്രാക്കറ്റിൽ വേണം അത് ഇടാൻ വേണ്ടിയിട്ട്. അതുപോലെ അവിടെ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് നോക്കുക. എന്നിട്ട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം. ഒരു ക്യാരക്ടർ വരുന്നു, അതിൻ്റെ എൻട്രൻസ് നമുക്ക് എഴുതാം. അത് ഇഷ്ടമുള്ള സൈഡിൽ നമുക്ക് ഇഷ്ടം പോലെ എഴുതാം. സ്റ്റേജിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നോ, റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നോ, അല്ലെങ്കിൽ സ്റ്റേജിൽ ഇരിക്കുന്നു എന്നുള്ളതോ ഇഷ്ടം പോലെ നമുക്ക് എഴുതാം. അതുപോലെ ക്യാരക്ടറിന്റെ ക്ലോത്തിങ്, കോസ്റ്റ്യൂം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ എഴുതാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൊടുത്തിട്ടില്ല, നമ്മുടെ യൂണിറ്റിൽ, നമ്മുടെ ചാപ്റ്ററിൽ അത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ എന്താണ്? അവരുടെ ഡയലോഗ് എന്തൊക്കെ കാര്യങ്ങൾ പറയാനാണ് സാധ്യത എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഒരു ഗാർഡൻ ആണ്, അപ്പോൾ ഉറപ്പായിട്ടും അവനൊരു 10 വയസ്സുള്ള ഒരു കുട്ടിയാണ് അല്ലേ, അവൻ കാണുമ്പോൾ ചിലപ്പോൾ അവന് ഇഷ്ടമാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, അവൻ അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അത് എഴുതാം. അതിനുശേഷം എന്താണ്? എന്തൊക്കെ ആക്ഷൻസ് ആണ്, എന്തൊക്കെ എമോഷൻസ് ആണ്, ചിരിക്കുകയാണോ കരയാണോ എന്താ ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ബ്രാക്കറ്റിൽ എഴുതാം. അത് ഇതുപോലെ ഡയലോഗ് എഴുതുമ്പോൾ എന്താണ്? ഇങ്ങനെ ബ്രാക്കറ്റിലായിട്ട് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതേണ്ടത്. ഈസിയാണ്, പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് മിസ് വിശ്വസിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കോമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? മിസ്സിൻ്റെ അടുത്ത് പറയാം, ഇത് ക്ലിയർ ആയിട്ടുണ്ടോ, സ്ക്രിപ്റ്റ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളൊരു കാര്യം പേടി മാറിയിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങൾ മിസ്സിനെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി ഏത് ടോപ്പിക്കിലാണ് നിങ്ങൾക്ക് വീഡിയോസ് വേണ്ടത് എന്നുള്ളൊരു കാര്യം കൂടെ മിസ്സിനെ അറിയിക്കുക. അപ്പോൾ എല്ലാവരും മറക്കാതെ താഴെ കോമൻറ്റ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ടോപ്പിക്ക് അത് മിസ്സിൻ്റെ അടുത്തൊന്ന് പറഞ്ഞാൽ മാത്രം മതി. കോമൻറ്റ് സെക്ഷനിൽ കോമൻറ്റ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക്